ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു SITയുടെ അന്വേഷണം ഈ പോക്കാണെങ്കിൽ ശബരിമല കൊള്ളക്കേസിൽ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന്. അതെ, അങ്ങനെ ഹൈക്കോടതി 3 സുപ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് അങ്ങനെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് 21-ാം തീയതി ഇറങ്ങിയ വിധിന്യായത്തിൽ. 119 പേജുള്ളൊരു വിധിന്യായം 21-ാം തീയതി ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒന്നാണ്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, SIT പ്രശംസനീയമായ രീതിയിൽ ജോലി നിർവഹിക്കുന്നു എന്നാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് അഭിപ്രായപ്പെടുന്നത്. SITയെ പോലത്തെ ഇത്രയും ഭംഗിയായിട്ട് ജോലി നിർവഹിക്കുന്ന ഒരു സംഘത്തെ വേറെ കണ്ടിട്ടില്ല എന്നൊരു അവസ്ഥയിൽ അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ മുഴുവൻ ചെയ്യിക്കുന്നത്. പക്ഷേ ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചിന് ആ അഭിപ്രായം ഇല്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 21-ാം തീയതി ഇറക്കിയിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൽ 106-ാമത്തെ പേജിൽ 24-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ദിസ് കോർട്ട് ഫൗണ്ട് laxity in the investigation during the period from 5/12/25 to 19/12/25. അതായത് ഡിസംബർ 5-ാം തീയതി തുടങ്ങി ഡിസംബർ 19-ാം തീയതി വരെയുള്ള അന്വേഷണത്തിൻ്റെ കാലത്ത് ഗുരുതരമായ കൃത്യവിലോപം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? SIT അന്വേഷണത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ പീരീഡിലെല്ലാം ദേവസ്വം ബെഞ്ച് SIT മഹത്തായ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇത് പറയുന്നത്. നേരെ തിരിച്ചുള്ളൊരഭിപ്രായം ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ ബെഞ്ച്, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് വലിയ രീതിയിലുള്ള കമൻസ് നടത്തി കഴിഞ്ഞപ്പോഴേക്കാണ് ആരെയൊക്കെ എന്ത് ചെയ്തത്? ഗോവർദ്ധൻ പ്രതിയായി, പങ്കജ് ഭണ്ഡാരി പ്രതിയായി, വിജയകുമാർ ശങ്കർദാസ്. പക്ഷേ ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്തു എങ്കിലും അതും വളരെ കാലതാമസം എടുത്തിട്ടാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ ഭണ്ഡാരിയെയും മറ്റേ ഗോവർദ്ധനെയും ഇടപെടാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തെങ്കിലും വിജയകുമാറിലേക്കും ഈ ശങ്കർദാസിലേക്കും ഒക്കെ എത്താൻ വളരെ വൈകി. വിജയകുമാർ അവസാനം കീഴടങ്ങിപ്പോയി. ശങ്കർദാസിനെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടും ജാമ്യം കിട്ടാതെ വന്നപ്പോഴാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതിലും ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4-ാം തീയതിയാണ് ശങ്കർദാസിനെ അറസ്റ്റ്. 4-ാം തീയതി വരെ ഈ 5-ാം തീയതി തുടങ്ങി 4-ാം തീയതി വരെയുള്ള 1 മാസക്കാലം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല. പത്മകുമാറിൻ്റെ ബോർഡിലെ മെമ്പറായിരുന്നു. ആ ബോർഡിന് മൊത്തത്തിൽ ഉത്തരവാദിത്വം ഉള്ളതാണ്. ആ ബോർഡിൽ മൊത്തത്തിന് ഒരു ബോർഡിന് ഒരുമിച്ചാണ് ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വമാണ് ബോർഡിനുള്ളത്. അതെടുത്ത സമയത്ത് ഞാനുണ്ടായിരുന്നില്ലെങ്കിൽ അടുത്ത ബോർഡ് വരുമ്പോഴൊക്കെ അത് തിരുത്തിക്കണം. കാരണം ഈ ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് ഇവർക്ക് കിട്ടുന്നതാണ്. അത് വായിച്ചു നോക്കിയിട്ട് ഇപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ അടുത്ത ബോർഡ് വരുമ്പോൾ അത് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ അത് എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ടും തിരുത്തിയില്ലെങ്കിൽ അത് കോടതിയുടെ ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട്, അങ്ങേർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 1 മാസം ഒന്നും ചെയ്യാതിരുന്ന് കോടതി വീണ്ടും നിരീക്ഷിച്ചിരിക്കുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശങ്കർദാസ് സഹകരിച്ചിരുന്ന് ശങ്കർദാസ് ചിരിച്ചുകൊണ്ടാണ് പോയത്. പ്രതിയാക്കപ്പെട്ട ആ നിമിഷം മുതൽ ശങ്കർദാസിന് ഇഷ്ടപ്പെട്ട ഒരാശുപത്രിയിൽ അദ്ദേഹം രോഗിയായി അഡ്മിറ്റ് ചെയ്യുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആശുപത്രിയിൽ. അവിടം കൊണ്ടും തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ ഉന്നതനായ ഒരു DIG ആണ് എന്നുള്ള കാര്യവും ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ നെഗറ്റീവ് കമൻറ്റ്. ദ റീസൺസ് ഓൺലി നോൺ ടു ദ പ്രോബിംഗ് ഓഫീസർ. ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ലാതെ വേറെ ആർക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ശങ്കർദാസിന് രോഗമാണെന്ന് പറയുന്ന ആ രോഗം എന്താണെന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
അതുകൊണ്ടാണ് ഇപ്പം മെഡിക്കൽ ബോർഡ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ രണ്ടാമത്തെ നിരീക്ഷണം ഇതിനേക്കാളൊക്കെ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ്. അത് 107-ാമത്തെ പേജിൽ ഈ പാരഗ്രാഫ് 25, ഖണ്ഡിക 25. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4147 ഗ്രാം സ്വർണം തിരിമറി നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആരോപണം. അതിൽ കണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയണത് 474 മുതൽ 960 ഗ്രാം സ്വർണം വരെ മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ടെത്തിയിരിക്കുന്ന സ്വർണം ഈ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം തന്നെയാണോ എന്നുള്ള കാര്യം ഇതുവരെ അസർട്ടൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 4147 ഗ്രാം സ്വർണം തിരിമറി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണവും നടത്തിയതായിട്ട് രേഖയില്ല. അന്വേഷണം നടത്തണ്ടേ? അതിൻ്റെ ഒരു രേഖയും കാണുന്നില്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ തൊണ്ടി മുതൽ കണ്ടെത്താതെ കോടതിയിലേക്ക് ഈ കേസുമായി പോയി കഴിഞ്ഞാൽ വിചാരണ കോടതിയിൽ വെച്ച് ഈ പ്രതികളെല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെട്ട് പുറത്തു ഇറങ്ങും. അപ്പോൾ ഫലത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഈ പെരുംകൊള്ളയെ, ആ കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വളരെ കൃത്യമായി വിചാരണ കോടതിയിൽ നിന്നും സംരക്ഷിക്കത്തക്ക വിധത്തിലാണ് ഈ അന്വേഷണം നീങ്ങുന്നത് എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിലെ ആക്ഷേപം. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? ഇനി എന്താണ് ഗോവർദ്ധൻ ആരോ പറഞ്ഞത് ഇത് ഇവിടെ നിന്ന് എടുത്ത സ്വർണ്ണമാണെന്ന്. അത്രയും കൃത്യമായ ഗ്രാമിലുള്ളൊരു സ്വർണ്ണക്കട്ട അവിടെ നിന്ന് എടുത്തിട്ട് ഇത് ഇവിടെ നിന്ന് എടുത്ത സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണെന്ന് എങ്ങനെ തെളിയിക്കും? അത് തെളിയിക്കണ്ടേ? അതെ. ഈ 4147 ഗ്രാം സ്വർണം എവിടെയൊക്കെ ആരുടെയൊക്കെ കയ്യിൽ എങ്ങനെയൊക്കെ പോയി അത് ആരുടെ നിന്നാണ് അത് കണ്ടെത്തിയിട്ടില്ല. ഇപ്പം അന്വേഷണം തുടങ്ങി 90 ദിവസം ആകാൻ പോകുന്നു. അന്വേഷണം തുടങ്ങി 90 ദിവസം ആകാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും തൊണ്ടി മുതൽ ഇതുണ്ടല്ലോ, മോഷണ വസ്തു, അതാണല്ലോ തൊണ്ടി എന്ന് പറയണത്. ആ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താതെ നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വിചാരണ കോടതിയിൽ കേസ് നിൽക്കില്ല. കാരണം വിചാരണ കോടതി ചെല്ലുമ്പോൾ നിങ്ങൾ എവിടെ സ്വർണം ഞങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയണം. ഞങ്ങൾ എവിടെ മോഷ്ടിച്ചു, എവിടെ നിന്ന് മോഷ്ടിച്ചു, നിങ്ങൾ കാണിക്കുമെന്ന് പറയണ്ടേ? അത് കാണിക്കാനില്ല. അതുകൊണ്ട് അന്വേഷണം അങ്ങനെ തൃപ്തികരമല്ല. ലാക്സിറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു വാക്കാണ്. കൃത്യവിലോപം, ഗുരുതരമായ കൃത്യവിലോപം അന്വേഷണത്തിൽ ഉണ്ട് എന്നാണ് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. പക്ഷെ ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പരം മനോഹരമായ ഒരു അന്വേഷണം ഇനി നടക്കാനില്ല എന്നാണ്. ഈ രണ്ട് ഉത്തരവും പരസ്പര വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേൾക്കുമ്പോൾ ആർക്കും അറിയാമല്ലോ, അതെ, വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഈ വൈരുദ്ധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ വൈരുദ്ധ്യം വരുന്നു എന്ന് നോക്കണം. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിയമത്തിൻ്റെ പ്രാഥമിക ജ്ഞാനം മാത്രമുള്ളവർക്ക് വരെ സുവിദിതമായി മനസ്സിലാകാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് ജസ്റ്റിസ് ബദറുദ്ദീനാണ് അതിനകത്ത് കുറേ കൂടി യുക്തിസഹമായി കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. മറ്റത് സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയാണ് അന്വേഷിക്കുന്നതെന്നോ ഏത് തരത്തിലാണ് അന്വേഷിച്ചേക്കുന്നതെന്നോ ഏതൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയെന്നോ നാട്ടുകാർക്ക് ഒരു പിടിയില്ല. കാരണം ആ കാര്യങ്ങളൊന്നും നാട്ടുകാരറിയേണ്ടതില്ല എന്നാണ്. നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പം സംഭവിക്കും എന്ന് ഒരു വളരെ ഗുരുതരമായൊരു കേസ് അന്വേഷണത്തെക്കുറിച്ച് കോടതിയും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ പറയേണ്ടത് നിങ്ങളറിയേണ്ടതില്ല എന്ന്. ആളുകൾക്ക് അറിവുണ്ടാകുന്നത് അധികാരികൾക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. കാരണം ആളുകൾക്ക് അറിവുണ്ടായി കഴിഞ്ഞാൽ അധികാരികളുടെ കാര്യം അത്ര സേഫ് ആയിരിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കോടതി പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുതരമായ കൃത്യവിലോപം, ആ കൃത്യവിലോപം
എല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രതികളും രക്ഷപ്പെടും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.